ജീവന്റെ നാഥൻ കടന്നു വരുന്നു. ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ഗാനങ്ങൾ ആലപിച്ച് നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം മാറ്റിപ്പാടാം. ആ പദമലരി താണു വീണു വന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ ഏകിടുന്നേ. യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ നൽകിടുന്നേ. എൻ പാപമേലും മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുലേകം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുലേകം ആനന്ദമാ. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരി താണു വീണു വന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തനം 65 വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങയ്ക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും.
പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾ കടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. ഭൂമി മുഴുവന്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പറയുന്നത് എത്രയോ ശരിയാണ്. നമ്മുടെ രക്ഷ ഈ സിയോനിലാണ്. നമ്മുടെ രക്ഷ ഈ വിശുദ്ധ മന്ദിരത്തിലാണ്. നമ്മുടെ രക്ഷ കടന്നു വരുന്നത് നമ്മൾ കാണുന്ന ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നുമാണ്. ഈശോയെ നമുക്കെല്ലാവർക്കും ഈശോയെ നോക്കാം. ഈ അൾത്താരയിൽ, ഈ അപ്പത്തിൽ ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇത് വെറും അപ്പമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് ഒന്ന് വിശ്വസിച്ചേ. ജീവനുള്ള അപ്പം, ജീവൻ നൽകാൻ കഴിവുള്ള അപ്പമാണ്. വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയെന്ന് അരുളി ചെയ്തവൻ വഴിതെറ്റിപ്പോയവർക്ക്, വഴി അടഞ്ഞു പോയവർക്ക്, വഴിയിൽ തടസ്സങ്ങളുള്ളവർക്ക് യഥാർത്ഥ വഴി തുറന്നു കൊടുക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ഞാനാണ് സത്യം, സത്യമെന്ന് അരുളി ചെയ്തവൻ. അവനല്ലാതെ മറ്റൊരു സത്യമില്ല. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇതാ ജീവൻ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിലേക്ക് ജീവൻ നൽകാൻ കടന്നു വന്നവൻ. ജീവൻ നഷ്ടപ്പെട്ടു പോയ അസ്ഥികളിലേക്ക്, ജീവൻ നഷ്ടപ്പെട്ടു പോയ ശരീര അവയവങ്ങളിലേക്ക്, ജീവൻ നഷ്ടപ്പെട്ടു പോയ ആത്മാവിലേക്ക് ജീവൻ പകരുന്ന കർത്താവ് ഈശോയെ നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. ഈ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 8, 9 വചനങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമല്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വാഗ്ദാനമാ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും നിന്നെ കരം പിടിച്ച് കർത്താവ് ഉയർത്തും. വലത് കൈ പിടിച്ച് കർത്താവ് ഉയർത്തും. കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി എല്ലാവരും കരങ്ങൾ ഉയർത്തി, കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. കരം പിടിച്ചുയർത്തുന്ന, ലോകത്തെ മുഴുവൻ കരം പിടിച്ചുയർത്താൻ കഴിവുള്ളവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവം യേശു എന്ന ദൈവം, ദൈവപുത്രനായ യേശു, അവനല്ലാതെ മറ്റൊരു വാതിലില്ല. ഞാൻ തന്നെയാണ് ആടുകൾക്കുള്ള വാതിലെന്ന് അരുളി ചെയ്തവൻ, ഏകരക്ഷകനായ യേശു. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എന്റെ കരം പിടിക്കണമേ, എന്റെ കരം പിടിക്കണമേ. കർത്താവേ, എന്റെ കരം പിടിച്ചെന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നിന്റെ രോഗാവസ്ഥകളും നിന്റെ തകർച്ചകളും നിന്റെ പരാജയങ്ങളും ഒക്കെ നന്മയിലേക്ക് നിന്നെ ഉയർത്തുവാനുള്ള കൈപിടിയായിട്ട് കർത്താവ് മാറ്റും. കരങ്ങൾ ഉയർത്തി നിന്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ കർത്താവിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ. കർത്താവേ, ഈ മക്കളിലേക്ക് അനുഗ്രഹം സ്വീകരിക്കുവാൻ തടസ്സം നിൽക്കുന്ന ഇവരുടെ ചിന്തകളോ ഇവരുടെ വാക്കുകളോ പ്രവൃത്തികളോ വിശ്വാസത്തിന്റെ കുറവുകളോ ഉണ്ടെങ്കിൽ ഈശോയെ ഈ നിമിഷം എടുത്തു മാറ്റി വിശ്വാസം നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന അങ്ങയുടെ കാൽച്ചുവട്ടിൽ നിൽക്കുന്ന ഈ മക്കളുടെ മേലുള്ള സകല അവിശ്വാസവും അന്ധവിശ്വാസങ്ങളും എടുത്തു മാറ്റണമേ. ഏക ദൈവമായ അങ്ങാണ് ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമെന്ന് അനേകം ഈ മക്കളുടെ അത്ഭുത സാക്ഷ്യങ്ങളിലൂടെ അറിയുവാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വലിയ വിടുതലുകൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. കരങ്ങളുയർത്തി എല്ലാവരും വിളിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെ. കരങ്ങളുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. കണ്ണുനീരൊഴുക്കി കർത്താവിനെ വിളിക്കട്ടെ. യേശുവേ ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെ. എല്ലാ പാപങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിന്റെ കുടുംബത്തിൽ സംഭവിച്ചു പോയ അനർത്ഥങ്ങള്, ദൈവനിഷേധ പ്രവൃത്തികള്, പൂർവികരുടെ ശാപങ്ങള്, പൂർവിക ബന്ധനങ്ങള്, ദൈവത്തെ വിട്ടുപോയ മക്കളുണ്ടെങ്കിൽ അവരിലൂടെ കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധനങ്ങളോ ശാപങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവിന് വിട്ടുകൊടുക്കട്ടെ. ഒരു നിമിഷം പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ചുപോയ നിന്റെ പൂർവികരെ കർത്താവിന് വിട്ടുകൊടുക്കുക. പൂർവികരെ കർത്താവിന് വിട്ടുകൊടുക്കുക. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകളെയും ബലഹീനതകളെയും കർത്താവിന്റെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചു വിളിക്കുന്നു യേശുവേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവിലേക്ക് ഉയർത്തിയ നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ആ കരങ്ങളിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് സൗഖ്യമൊഴുക്കുന്നത് അനുഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങളിലൂടെ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് കടന്നു വരുന്നത് ദർശിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കൂട്ടനിലവിളിയുടെ സമയമാണ്. നമ്മൾ ഒത്തിരി പേര് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന സമയമാണ്. ഇവിടെ ഈ പന്തലിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർ മാത്രമല്ല, നാനാ സ്ഥലങ്ങളിൽ പല കുടുംബങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ട്. അവരെല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു ജനാവലിയുടെ പ്രാർത്ഥനയുടെ സമയമാണ്. ലോകം മുഴുവനെയും മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ പാലിക്കേണ്ട വ്യവസ്ഥകളെക്കുറിച്ച് വചനത്തിൽ നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. അതെല്ലാം പാലിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ മേൽ നീട്ടി നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അടിസ്ഥാനപരമായ മാറ്റം എന്റെ ഹൃദയത്തിലാണ് സംഭവിക്കേണ്ടത്. അതിന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയച്ച അവിടുത്തെ ഏകജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി സ്വർഗം തുറക്കണമേ. കർത്താവായ യേശുവേ, പിതാവിന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. കർത്താവായ യേശുവേ, അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പാപത്തിന്റെ കെട്ടുകളും രോഗത്തിന്റെ കെട്ടുകളും അന്ധകാര ശക്തിയുടെ കെട്ടുകളും അവിടുന്ന് അഴിച്ചു മാറ്റണമേ. ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുവാൻ കർത്താവായ യേശുവേ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ ശിരസ് നമിക്കാം. അവിടുത്തെ നാമത്തിന് മുമ്പിൽ എല്ലാ ശിരസും നമിക്കപ്പെടും, എല്ലാ മുട്ടുകളും മടക്കപ്പെടും. അത്ര വലിയ നാമമാണ് യേശുവിന്റെ നാമം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തി തരുന്നത് കർത്താവാണ്, ദൈവമാണ്. ദൈവം ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സങ്കീർത്തനം 103 മൂന്നാമത്തെ വചനം. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, അവിടുന്ന് നമ്മുടെ രോഗങ്ങൾ സുഖമാക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഇത് നിറവേറാൻ ആഗ്രഹിക്കുന്ന ധാരാളം വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. അത് നടത്തിത്തരാൻ കഴിവുള്ളവൻ ഇത് ആൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. നമ്മുടെ വേദനകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അവിടുത്തെ മുമ്പിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിച്ച് യാചിച്ച് പ്രാർത്ഥിക്കേണ്ടവർക്ക്, നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. വൈദികരായി ഞങ്ങള് നിങ്ങളോടൊപ്പം കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി സമർപ്പിക്കുക. പാപാവസ്ഥകൾ മാറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. രോഗാവസ്ഥകൾ മാറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികൾക്ക് വേണ്ടിയോ ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. വലിയ ഒരു കൂട്ടം നിലവിളി ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ഉയരട്ടെ. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ അവസ്ഥകളും ആവശ്യങ്ങളും
കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് നിങ്ങൾ ഓരോരുത്തരും നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വലിയൊരു ജനാബലി അങ്ങയോട് നിലവിളിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര്, നിലവിളി, വിശ്വാസം, പ്രാർത്ഥന എല്ലാം അവിടുന്ന് കാണണമേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ കരം നീട്ടണമേ. അങ്ങയോട് നിലവിളിച്ചവരാരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. കർത്താവേ, അവിടുത്തെ പ്രിയമക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം കർത്താവേ, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് സ്നേഹമൊഴുക്കണമേ, കാരുണ്യമൊഴുക്കണമേ, സൗഖ്യമൊഴുക്കണമേ. ഞങ്ങൾ സുഖമാക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലവിളിക്കുക, നിലവിളിക്കുക. ഓരോരുത്തരും വ്യക്തിപരമായി നിലവിളിക്കുക. യേശുവേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണമേ. യേശുവേ, ഞാൻ രോഗിയാണ്, എനിക്ക് സൗഖ്യം നൽകണമേ. കർത്താവേ, എന്റെ കുടുംബത്തോട് കരുണയായിരിക്കണമേ, എന്റെ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യകനായ കർത്താവേ, വൈദികരായി ഞങ്ങൾക്ക് കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഈ ഹന്നാം വെള്ളം ഇവരുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിശുദ്ധീകരണം ഇവരുടെ മേലും ഇവരുടെ കുടുംബത്തിന്റെ മേലും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ കർത്താവേ, ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പാപത്തിന്റെ കറകളെല്ലാം നീക്കി ഞങ്ങളെ വിശുദ്ധീകരിച്ചുയർത്തണമേ. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾക്ക് ആവശ്യമായ വിശുദ്ധീകരണം നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സകല അശുദ്ധിയും എടുത്തു മാറ്റി, പാപത്തിന്റെ എല്ലാ കറകളും മാറ്റി, പാപത്തിന്റെ സകല കെട്ടുകളും അഴിച്ച് നിങ്ങൾക്ക് വിടുതലും വിശുദ്ധീകരണവും നൽകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. വൈദികര് വന്ന് ഹന്നാം വെള്ളം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കർത്താവിന്റെ വിശുദ്ധീകരണം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും അല്പസമയം കർത്താവിനെ സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരങ്ങൾ തുറക്കുക, ദൈവസ്തുതിയാൽ അധരങ്ങൾ തുറക്കുക. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. അവിടുത്തെ പ്രിയമക്കളോട് കരുണയായിരിക്കണമേ. സൗഖ്യം നൽകുന്ന കർത്താവേ, വിടുതൽ നൽകുന്ന കർത്താവേ, വിശുദ്ധീകരണം നൽകുന്ന കർത്താവേ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് പാടട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകം ആഗ്രഹിച്ച് എല്ലാവരും സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. യെശയ്യ, ജെറമിയ, എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. യെശയ്യ, ജെറമിയ, എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു,
പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. യോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ എല്ലാവരും നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. കരങ്ങൾ താഴ്ത്തി അടിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിറവ്. നമ്മുടെ ജീവിതം മാറും, നമുക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും സാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും സാബല്യവും അവിടുന്ന് നീക്കി. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ എല്ലാവരും നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആത്മീയ ജ്വലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഞങ്ങളിൽ നിറയുവാൻ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ജ്വലിക്കുവാൻ ആഗ്രഹിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ഞങ്ങളിൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. യേശുനാഥൻ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ അവിടുത്തെ ശക്തമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മൾ ആ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിനാൽ ഈ സമൂഹത്തിൽ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സാന്നിധ്യം ഏറ്റെടുക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ സുഖപ്പെടുത്തുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. അഭിഷേകത്തോടൊപ്പം ശരീരത്തിന് സൗഖ്യം, മനസ്സിന് ബലം, ആത്മാവിൽ ജീവൻ എല്ലാം നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് പ്രവർത്തിക്കുവാൻ, അത്ഭുതം പ്രവർത്തിക്കുവാൻ, അത്ഭുത രോഗശാന്തി നൽകുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വചനത്തിലൂടെ ധ്യാനിച്ചു കഴിഞ്ഞു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി വരുന്ന സമയം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും. കർത്താവ് നമ്മളെ ഒന്ന് തൊട്ടാൽ അത് സൗഖ്യമായി മാറിയിരിക്കും. കർത്താവിനോട് നമ്മൾ നിലവിളിക്കുമ്പോൾ കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിരിക്കും. അത് നമ്മളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും ഒക്കെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. യേശു നമ്മുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കുറവുകളെല്ലാം അങ്ങ് പരിഹരിച്ച് എന്റെ അയോഗ്യത നോക്കാതെ എന്നിലേക്കും എന്റെ കുടുംബത്തിലേക്കും എഴുന്നള്ളി വന്ന് എന്നെ തൊടണമേ, എന്റെ കുടുംബാംഗങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണമേ, വലിയൊരു അഭിഷേകം ഞങ്ങളിലേക്ക് വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന നമ്മുടെ
ഇടയിലൂടെ വന്ന് നമ്മളെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ഹൃദയവും മനസ്സും കർത്താവിന്റെ മുമ്പിൽ തുറന്നു കൊടുത്തുകൊണ്ട്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം, ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുന്ന സമയം ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ, സൗഖ്യത്തിലേക്ക് നയിക്കണമേ, ആത്മീയ ആനന്ദത്തിലേക്ക് നയിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ കർത്താവേ അവിടുന്ന് എടുത്ത് മാറ്റണമേ. ഞങ്ങൾ നിരാശയിൽ കഴിയേണ്ടവരല്ല, പ്രത്യാശയിൽ ജീവിക്കേണ്ടവരാണ്. ഞങ്ങൾ ദുഃഖിച്ച് കഴിയേണ്ടവരല്ല, ആനന്ദിച്ച് കഴിയേണ്ടവരാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിക്കുക. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യേ കടന്നു പോകുന്ന സമയമാണ്. നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുവാൻ, ജീവിത പ്രശ്നത്തിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, അവിടുത്തെ ശക്തി ഒഴുക്കണമേ, അവിടുത്തെ സൗഖ്യം ഒഴുക്കണമേ. പരിശുദ്ധ പരമകാരുണ്യമേ, ആരാധന ആരാധന. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കും. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. കർത്താവേ, ഇതിലെല്ലാം കടന്നുപോയോ അവിടെയെല്ലാം തന്നിൽ വിശ്വാസം അർപ്പിച്ച് വിളിച്ചപേക്ഷിച്ചവർക്ക് ദൈവം അനുഗ്രഹം നൽകിയവനാണ്, സൗഖ്യം നൽകിയവനാണ്, മാനസാന്തരം നൽകിയവനാണ്. നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ നിലവിളിയിലേക്ക്, എന്റെ ആവശ്യങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ, മൃതിയടഞ്ഞ മാനവർക്ക് ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. നമ്മുടെ ഹൃദയാഭിലാഷം അറിയുന്ന ദൈവമാണ് നമ്മുടെ അടുത്തൂടെ പോകുന്നത്, നമുക്കായി ഈ പന്തലിലൂടെ സഞ്ചരിക്കുന്നത്. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയുടെ അളവറിയുന്നവനാണ് നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് അറിയുന്ന വ്യക്തിയാണ്. നമ്മൾ എത്രമാത്രം ഉയർന്ന് പ്രാർത്ഥിക്കുന്നുവോ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ, അതനുസരിച്ച് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. യേശുവേ,
എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി അവിടുന്ന് ഇപ്പോൾ കർത്താവേ എന്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരു വീശിയ പരമദീപം, ദിവ്യഭോജ്യം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്ക് പരം തൂകി എഴുന്നള്ളുന്നു. കർത്താവായ യേശു നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അവന്റെ സ്നേഹത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, സൗഖ്യം നൽകുന്ന ശക്തിയെക്കുറിച്ച്, അഭിഷേകം നൽകുന്നതിന്റെ ആ ഒരു അഭിഷേകത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മുടെ മേൽ ഉയർത്തപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ ഇപ്പോൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തുക. കർത്താവേ, എന്നെ സുഖപ്പെടുത്തുവാൻ തിരുമനസ്സാകണമേ. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുവാൻ തിരുമനസ്സാകണമേ. നമുക്ക് ഈ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ, നിങ്ങളുടെ തന്നെ അവസ്ഥകളെ ഉയർത്തി സമർപ്പിക്കുക. വൈദികരായി ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. രോഗശാന്തികള് കർത്താവ് ഇപ്പോൾ നൽകും. അഭിഷേകം കർത്താവ് ഇപ്പോൾ നൽകും. വിശുദ്ധീകരണം കർത്താവ് ഇപ്പോൾ നൽകും. അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ നീട്ടി സ്വരമുയർത്തി അങ്ങയെ വിളിക്കുന്ന, വിശ്വാസത്തോടെ അങ്ങയെ വിളിക്കുന്ന ഈ മക്കളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ശക്തി ഈ മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകി വരുന്ന വലിയ അനുഭവം ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും കർത്താവേ വ്യക്തിപരമായി അറിയുന്നവനാണ് അങ്ങ്. ഇവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് അങ്ങ്. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളോട് കരുണയായിരിക്കണമേ. നിലവിളിക്കുന്ന ഈ മക്കളുടെ നിലവിളിക്ക് ഉത്തരം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് സുഖപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന കർത്താവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഇത്രയും സമയം നിന്നിട്ടും യാതൊരു അസ്വസ്ഥതയും വരാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രത്യേകം കർത്താവ് എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കാലുകളെ കർത്താവ് ബലപ്പെടുത്തുന്നതായിട്ട് സന്ദേശം നൽകുന്നതാണ്. അനുഗ്രഹം ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രമ്യ എന്ന പേര് പ്രത്യേകം കർത്താവ് എടുത്തു കാണിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വലിയ അഭിഷേകം ആ മകളെ ഏറ്റെടുക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ആസ്മ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അലർജി സംബന്ധമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്ന് കർത്താവ് സന്ദേശം നൽകുന്നുണ്ട്. സൗഖ്യമേറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ജെയിംസിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുന്നുണ്ട്. അനുഗ്രഹം ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞരമ്പ് ചുരുങ്ങുന്നത് പോലത്തെ ഒരവസ്ഥ, അതുമൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കണ്ണിനകത്ത് പ്രഷറിന്റെ വേരിയേഷൻ വന്നിട്ട് അത് സംബന്ധമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. അനുഗ്രഹം ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ധികളുടെ വേദന, സന്ധികൾക്ക് നീരും വേദനയുമുള്ള വ്യക്തികളെ കർത്താവ് പ്രത്യേകം തൊട്ടനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ആ സൗഖ്യം ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ചിലരുടെയൊക്കെ ശരീരത്തിൽ കർത്താവ് പ്രത്യേകമായ ചില അനുഭവങ്ങൾ നൽകുന്നുണ്ട്. അസാധാരണമായ അനുഭവങ്ങൾ കർത്താവ് നിങ്ങളെ തൊടുന്നതിന്റെ അനുഗ്രഹമായിട്ട് അടയാളമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തീരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിയെ പ്രത്യേകം കർത്താവ് എടുത്തു കാണിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കവും ക്ഷീണവും വരുന്നത് പോലത്തെ ഒരവസ്ഥ കർത്താവ് എടുത്തു മാറ്റി വലിയ ഉന്മേഷം പ്രാർത്ഥനയ്ക്കായിട്ട് നൽകുന്നത് കർത്താവ് സന്ദേശമായിട്ട് നൽകുന്നുണ്ട്. അനുഗ്രഹം ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. നമ്മൾ കരങ്ങൾ കോർത്തിണക്കി പരസ്പരം പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇടത്തും വലത്തുമുള്ളവരുടെ കരങ്ങള് കോർത്തിണക്കി ഒന്ന് പ്രാർത്ഥിച്ച്, വൈദികരായി ഞങ്ങള് നിങ്ങളെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലെ അനൈക്യങ്ങൾ വിട്ടുപോകണം. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലെ അനൈക്യങ്ങൾ വിട്ടുപോകണം. ധ്യാന കേന്ദ്രങ്ങളിലെ അനൈക്യങ്ങൾ വിട്ടുപോകണം. ഐക്യം കടന്നു വരുവാൻ, സ്നേഹം കടന്നു വരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. പരസ്പരം കരുതലുള്ളവരായി, സ്നേഹമുള്ളവരായി, ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ വേണ്ട അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭിന്നിക്കുവാൻ പരിശ്രമിക്കുന്ന അന്ധകാര ശക്തിയുടെ സകല പ്രവർത്തനങ്ങളും തകർക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നിങ്ങൾ കരങ്ങൾ കോർത്തിണക്കി, ഒപ്പം നിങ്ങളുടെ ഹൃദയങ്ങളെ കോർത്തിണക്കി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ കരങ്ങൾക്ക് പിടിച്ചിരിക്കുന്ന എന്റെ അടുത്തും വലത്തുമുള്ള വ്യക്തികളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഏതെങ്കിലും കുടുംബത്തില് അനൈക്യം നടമാടുന്നുണ്ടെങ്കിൽ അവിടേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ. സ്നേഹത്തിൽ കുടുംബാംഗങ്ങള് ഒന്നിക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എക്സാം റിസൾട്ട് വന്നിട്ട് അതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന വ്യക്തികള്, വേദനിക്കുന്ന വ്യക്തികള്, നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികള്, അവരെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവേ, പരിശുദ്ധാത്മാവിൽ അവരെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്ലാസുകൾ തുടങ്ങിയ വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഡ്മിഷൻ കാത്തിരിക്കുന്ന വ്യക്തികള്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ മേല് അവിടുത്തെ അനുഗ്രഹം ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. മുട്ടുകുത്താവുന്നവരിപ്പോൾ മുട്ടുകുത്തുക. ഈ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമുക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്ത വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമേനികളെയും എല്ലാ ശുശ്രൂഷകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൈകുന്നേരം ഇവിടെ ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനം പ്രത്യേകം സമർപ്പിക്കാം. ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥിക്കാം. ഇന്ന് വൈകുന്നേരം ആരംഭിക്കുന്ന ശുശ്രൂഷകൾ തുടങ്ങി ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒത്തിരിയേറെ മക്കൾ വന്ന് ധ്യാനിക്കുന്ന ഈ സമയം അവിടുത്തെ പ്രത്യേകമായ സംരക്ഷണം കാരിസ് ഭവനും ഇതിന്റെ പരിസര പ്രദേശങ്ങൾക്കും നൽകണമേ. അതിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും കർത്താവേ, അങ്ങ് നയിക്കണമേ, അങ്ങ് സംരക്ഷിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. വരും ദിവസങ്ങളിൽ കാരിസ് ഭവനിലും പുറത്തുമായിട്ടൊക്കെ നടക്കേണ്ട എല്ലാ ധ്യാന ശുശ്രൂഷകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരം വെട്ടുതുറയിൽ താമസിച്ചുള്ള ധ്യാനം പ്രത്യേകമായിട്ട് അതിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റെല്ലാ ധ്യാന ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക്
അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി സമർപ്പിച്ച് എല്ലാ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ച് ഈ ധ്യാനത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും, ധ്യാനത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, കാരിസ്വാനെ ഏറ്റെടുക്കണമേ. കാരിസ്വാനെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. ഈ ഭവനത്തിനെതിരെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഭവനത്തിന്റെ ഇവിടുത്തെ ശുശ്രൂഷകളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ചിറക് വിരിച്ച് ഈ ഭവനത്തെ സംരക്ഷിക്കണമേ. ഇവിടുത്തെ ശുശ്രൂഷകളെ കർത്താവേ അവിടുന്ന് സംരക്ഷിക്കണമേ. ഇവിടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകരായി ഞങ്ങളെല്ലാവരും, വൈദികരും അൽമായ പ്രേക്ഷിതരും ഞങ്ങളെല്ലാവരും കർത്താവേ ഹൃദയൈക്യത്തിൽ മുമ്പോട്ട് പോകുവാൻ അനുഗ്രഹിക്കണമേ. അനൈക്യങ്ങള് ഒന്നും കടന്നു വരരുത് കർത്താവേ. അവിടുത്തെ തിരുരക്തം കൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തെ മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ രോഗാവസ്ഥകളെ കർത്താവ് ഏറ്റെടുത്തു വിശ്വസിക്കുക. വരും ദിവസങ്ങളിൽ കർത്താവ് അടയാളം പ്രവർത്തിച്ചു, വചനം സ്ഥിരീകരിച്ചു എന്നത് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും തിരിച്ചറിയാൻ പറ്റും. മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കേട്ട വചനങ്ങള്, വചനത്തിന്റെ സന്ദേശങ്ങള് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കിപ്പോൾ ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ. നന്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. സ്വസ്ഥാനങ്ങൾ ഇരുന്നോളുക. ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളവിടെ ഇരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഈ പന്തല്, ഇതിന്റെ വർക്ക് എല്ലാം, ഇതിന്റെ പണികാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു കാര്യത്തിലേക്ക് സാമ്പത്തികമായി സഹായിക്കാൻ മുമ്പോട്ട് വന്ന വ്യക്തികളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനിയും കൂടുതൽ മക്കള് മുമ്പോട്ട് വന്ന് നമ്മുടെ ഈ കാര്യം ഭംഗിയായിട്ട് നടക്കുവാനുള്ള ആ കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ മക്കളുടെ പ്രാർത്ഥന അവിടുന്ന് കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ഇതുവരെ അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവേ, ഈ ഭവനത്തിൽ നിറവേറേണ്ട കാര്യങ്ങളെല്ലാം നിറവേറുവാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിപ്പോൾ സ്തോത്ര കാഴ്ച ശുശ്രൂഷ നടത്തി. അതേ തുടർന്ന് നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിലേക്കും പ്രവേശിക്കാവുന്നതാണ്. സുവിശേഷത്തിന് നിങ്ങൾ കൊടുക്കുന്നതാണ്. സന്തോഷത്തോടെ കൊടുക്കുക. കർത്താവ് നമുക്ക് പ്രതിഫലം നൽകും എന്ന ആ ഒരു വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ സന്തോഷത്തോടെ കൊടുക്കുക. കാരുണ്യവാനായ കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഈ പന്തലിലിരുന്നും മറ്റു പല സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കുചേർന്ന മക്കളെ നന്ദിയോടെ ഓർക്കുന്നു. സുവിശേഷത്തിനായിട്ട് ഇവർ നൽകുന്ന ഈ സ്തോത്ര കാഴ്ചയും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഇവരെയും ഇവരുടെ നിയോഗങ്ങളെയും ഇവരുടെ വരും തലമുറയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വോളണ്ടിയേഴ്സ് എല്ലാവരുടെയും ഇടയിലൂടെ പോവുക. തരുന്ന സ്തോത്ര കാഴ്ച സന്തോഷത്തോടെ സ്വീകരിക്കുക. അതേ തുടർന്ന് നമ്മൾ ഗാനം ആലപിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ അവധിക്കാലത്ത് നടക്കുന്ന ധ്യാനമാണ്. ഒത്തിരി പേര് നമ്മുടെ ഹൗസിൽ ഹൗസ് ഫുള്ളായിട്ട് ധ്യാനം കൂടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യസ്വാമിനും അതുപോലെ തന്നെ ധ്യാനത്തിൽ സംബന്ധിക്കുന്നവർക്കും ഒക്കെ കർത്താവിന്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും ലഭിക്കേണ്ടതിന് നമുക്കൊന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം. അൾത്താരയൊരുക്കി അകത്താരൊരുക്കി അണയാമി ബലിവേദിയിൽ ഒരു മനമാ ഒരു സ്വരമാ അണയാമി ബലിവേദിയിൽ അൾത്താരയൊരുക്കി അകത്താരൊരുക്കി അണയാമി ഒരു മനമാ ഒരു സ്വരമാ അണയാമി ബലിവേദിയിൽ. ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടും കൂടെ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യാക്കോബ് മിശിഹായുടെ ലേഖനത്തിലൂടെ തിരുസഭ നമ്മെ ഉപദേശിക്കുകയാണ്. നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ പരിപാലനയിൽ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പിതാവിനോട് ചേർന്നിരിക്കുവാൻ തിരുസഭ നമ്മെ ഉപദേശിക്കുന്നു. സുവിശേഷവും ഇന്നത്തെ സുവിശേഷവും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോ പറയുകയാണ്, ഒരു പിഞ്ചു പൈതൽ തൻ്റെ പിതാവിനോട് അല്ലെങ്കിൽ മാതാവിനോട് ചേർന്നിരുന്നുകൊണ്ട് തൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ആ പിതാവിലോ മാതാവിലോ ഉള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വളർന്നു വരുന്നത് പോലെ നമ്മളും നമ്മുടെ പിതാവിൽ പരിപൂർണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ദൈവരാജ്യ അനുഭവത്തിലേക്ക് വളരുവാൻ സഭ നമ്മെ ഉപദേശിക്കുന്നു. നമുക്ക് ഈ മേഖലകളിൽ വന്നുപോയിട്ടുള്ള പരാജയങ്ങളെ വീഴ്ചകളെ എല്ലാം ഓർത്ത് അവയെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ മാപ്പ് ചോദിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥാ, നീരായൊരു
സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പ്രിയമക്കളായ ഞങ്ങൾക്ക് ശാശ്വതമായ ശാരീരിക ആരോഗ്യവും മാനസിക ആനന്ദവും പ്രദാനം ചെയ്യണമേ. ലൗകിക വിഷമതകളിൽ നിന്നും വിമുക്തരായി നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവനെ മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ദൈവവചനമാണോ നാം കേട്ടത്? നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളടിച്ച് പാടാം. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹ പരമേ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹ പരമേ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. വാനിടമേ ദൈവദൂതരേ, നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിന്നും ഇഹ പരമേ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സുവിശേഷ വചനങ്ങൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സത്യവചനം നിത്യവചനം, മഞ്ഞിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം, മഞ്ഞിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും എന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും എന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സാർവത്രിക സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവേ, അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധ ജനനിക്ക് അങ്ങയോടുള്ള ദിവ്യസ്നേഹം വർദ്ധിപ്പിക്കുകയും ആ കന്യകയുടെ വിശുദ്ധി വളർത്തുകയും ചെയ്തുവല്ലോ. കൃഷ്ണനാഥന്റെ മനുഷ്യപ്രകൃതി ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. ഈ ബലിയർപ്പണം ഞങ്ങളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അങ്ങേക്ക് പ്രിയങ്കരമാക്കുകയും ചെയ്യട്ടെ. കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, സകല വിശുദ്ധരെയും അനുകരിച്ച് ഞങ്ങൾ അനന്ത നന്മസ്വരൂപിയായ അങ്ങയെ വാഴ്ത്തുകയും സർവോപരി പരിശുദ്ധ മറിയത്തിന്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് ഈ കന്യകയുടെ ഇമ്പമേറിയ സ്തുതിഗീതങ്ങൾ വഴി അങ്ങയുടെ കാരുണ്യത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നു. അങ്ങയുടെ കാരുണ്യ വായ്പ നിരന്തരം നിലനിൽക്കുന്നു. അങ്ങയുടെ എളിയ ദാസിയെ തൃക്കൺ പാർത്തുകൊണ്ട് ഈ കന്യക വഴി അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ ലോകരക്ഷകനായി ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെന്നും ആനന്ദം കൊള്ളുന്ന മാലാഖാവൃന്ദം ക്രിസ്തു വഴി അങ്ങയെ ആരാധിക്കുന്നു. അവരുടെ ഗാനങ്ങളോടും ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു.
സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനം കർത്താവും നീ പ്രഭു. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീ പ്രഭു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീ പ്രഭു. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഠാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനും എല്ലാ വൈദികരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും മരണമടഞ്ഞ സകലനെയും അങ്ങ് ഓർക്കണമേ. അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ അവർക്ക് ഭാഗ്യമരുളണമേ. ഈ എളിയ ദാസരായ ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും അപ്പസ്തോലഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാം വിധം ജീവിതം നയിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്ത വിധം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യപ്പെട്ടവർ. കർത്താവേ, അങ്ങയുടെ വീട്ടിൽ യോഗ്യത എനിക്കില്ല. അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. മാമോദിസ സ്വീകരിക്കുകയും കുമ്പസാരിച്ച ഒരുങ്ങിയതുമായ കത്തോലിക്കരോ അല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് സമുദായത്തിലുള്ളവർ മാത്രമേ വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്വീകരിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാവിലായിരിക്കും വിശുദ്ധ കുർബാന നൽകപ്പെടുക.
നീൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി മഹിതാസകലം എന്നീ പുൽകിടുമ്പോ ഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാവാരിധിയായ പിതാവേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യകുദാശ ഞങ്ങളെ ആനന്ദഭരിതരാക്കുന്നു. രക്ഷാകര കർമ്മങ്ങൾ വിശ്വസ്തതാപൂർവ്വം നിർവഹിക്കുവാൻ പരിശുദ്ധ ജനതയുടെ സ്നേഹവും വിശ്വാസ തീക്ഷ്ണതയും ഞങ്ങൾക്ക് പ്രചോദനം നൽകുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തെങ്കിലും വെഞ്ചിരിക്കാനായിട്ട് മേടിച്ചിട്ടുള്ളവരും വൈദികർ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്റ്റേജിന്റെ മുമ്പിലേക്ക് വരിക. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവ എന്തു തന്നെയാണെങ്കിലും ഈശോയെ, അവിടുത്തെ കരം നീട്ടി ഇവയെ തൊട്ട്
വിശുദ്ധീകരിച്ച് അങ്ങനെ സ്വന്തമാക്കി മാറ്റണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഇവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും ഇത് സ്ഥാപിക്കപ്പെടുന്ന വാഹനങ്ങള്, കുടുംബങ്ങള്, സ്ഥാപനങ്ങള്, സ്ഥലങ്ങള് സകലതും യേശുവിന്റെ സാന്നിധ്യം കൊണ്ടും കർത്താവിന്റെ രക്തത്തിന്റെ സംരക്ഷണം കൊണ്ടും മുദ്രിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഇവയൊക്കെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമുദ്രതാരമേ മേരെ മാതേ, സ്വർഗതീരമേ മേരെ മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരെ മാതേ, സ്വർഗതീരമേ മേരെ മാതേ, ത്യാഗരൂപമേ മേരെ മാതേ, സ്നേഹദീപമേ മേരെ മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. നിലവ് പോലെ നാം വേരുപിടിക്കും, ലബനോന്റെ പരിമളം നമുക്കു തരും പുതിയൊരു